ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ബൈബിളിൽ ഈ അപ്പസ്തല പ്രവർത്തനങ്ങളിൽ ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു ദുരാത്മാവ് ബാധിച്ച പെൺകുട്ടി പൗലോസ് അവളെ ബന്ധിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിൽ അവളെ നയിച്ചിരുന്നത് ഭാവി ഫലത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവാണ്. അല്ലെങ്കിൽ സിനഗോഗിൽ വചനം കേട്ട് അലറുന്ന, മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അലറുന്ന മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. അല്ലെങ്കിൽ ലഗ്യോൻ ആവേശിച്ച മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം പൈശാചിക ശക്തികളാണ്. അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണുകൊണ്ടിരിക്കുന്ന ആ മകന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്നത് പൈശാചിക ശക്തിയാണ്. സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ മകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. 18 വർഷത്തോളം സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രാഹത്തിന്റെ മകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് പൈശാചിക അരൂപിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില വ്യക്തിയുടെ ഉള്ളിൽ പൈശാചിക അരൂപി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളമാണ് അത് അവരെ പലപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ദുരാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാക്കളെ വിവേചിച്ചറിയാനായിട്ട് കഴിയണം. യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയും. ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് അല്ലെങ്കിൽ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ്, ഇതിനെ വിവേചിച്ചറിയാനായിട്ട് എങ്ങനെ കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നതിന്റെ അടയാളം എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കീഴടക്കിയിരിക്കുന്നത് ദുരാത്മാവാണ് എന്ന് എങ്ങനെ വിവേചിച്ചറിയാനായിട്ട് പറ്റും? ഇത് വിവേചിച്ചറിയാനായിട്ട് ജ്ഞാനം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. വചനത്തിൽ തന്നെ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തില് നബൂഖദ്നേസർ രാജാവ് സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ആർക്കും കഴിവില്ലാതെ വരുമ്പോൾ ദാനിയേൽ എന്ന് പറഞ്ഞ ജ്ഞാനമുള്ള ദാനിയേലിനെ കൊണ്ടുവരുന്നുണ്ട്. ദാനിയേല് സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ നബൂഖദ്നേസർ പറയാണ്, കർത്താവിന്റെ ആത്മാവ് കുടികൊള്ളുന്നവൻ, കർത്താവിന്റെ ആത്മാവ് സ്വപ്നം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുക, ദൈവിക രഹസ്യങ്ങൾ പോലും വെളിപ്പെടുത്തപ്പെട്ടവൻ എന്ന നിലയിൽ കർത്താവിന്റെ ആത്മാവ് കുടികൊള്ളുന്നവൻ എന്ന് ദാനിയേലിനെ വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നബൂഖദ്നേസറിന് ശേഷം അഹസ്വേരുസ് രാജാവിന്റെ കാലത്തും ഇതുപോലെ തന്നെ ഒരു സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ദാനിയേലിനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നവൻ, എല്ലാ ദൈവിക ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നവൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവൻ എന്ന നിലയിൽ ദാനിയേലിനെ അഭിസംബോധന ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിന് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ സ്നാപക യോഹന്നാനെ കുറിച്ച് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നവൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവൻ, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ആത്മാവ് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. അതായത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, അതുകൊണ്ടാണ് നീതിമാനും വിശുദ്ധനുമാണെന്ന് ഈ ഹെറോദേസിന് പോലും മനസ്സിലാകുന്നുണ്ട്. ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സ്നാപക യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമായ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതായിരിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കും. അതുകൊണ്ടാണ് ആ സ്നാപക യോഹന്നാനെ ഹെറോദേസ് ഭയപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ഈ നീതിയും വിശുദ്ധിയും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സ്നാപക യോഹന്നാന്റെ ഉള്ളിൽ കുടികൊടുത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവ്. അതാണ് സ്നാപക യോഹന്നാൻ തന്നെ കാണുന്നുണ്ട്, ഈശോ മിശിഹായുടെ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മറ്റുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പരിശുദ്ധ അമ്മയുടെ മേല് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ സാന്നിധ്യം തന്നെ എലിസബത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നത്. ആ അമ്മയാണ് പിന്നീട് അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടുന്നത്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ പിന്നീട് നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. അവൻ മറ്റുള്ളവരെ പരിശുദ്ധാത്മാവിലേക്ക് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. പിന്നീട് കാണുന്നുണ്ട് ഈ പൗലോസിന്റെ കരങ്ങൾ വഴി, അതായത് അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായത്തിൽ സ്കേവായുടെ പുത്രന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നുണ്ട്, ഈ പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ. ഈ പൗലോസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്.
അതാണ് അവൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. പൗലോസിന്റെ പാദസ്പർശനമേറ്റ തൂവാലുകൾക്ക് പോലും രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി. കാരണം ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ പത്രോസിന്റെ കൊർന്നേലിയസിന്റെ ഭവനത്തിലേക്ക് ചെന്ന് കൊർന്നേലിയസിന്റെ ഭവനത്തിലുള്ള ആളുകളോട് വചനം പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ കിടക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും മുടന്തനായ മനുഷ്യനോട് പറയുന്നത്, സ്വർണമോ വെള്ളിയോ ഒന്നും നൽകാനില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ. ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് ആ മുടന്തനായ മനുഷ്യന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. അവന്റെ ഉള്ളിൽ അവനെ നയിക്കുന്നത് ദൈവത്തിന്റെ അരൂപിയാണ്. ഇനി ദുരാത്മാവ്, ഒരു വ്യക്തിയുടെ ഉള്ളില് പൈശാചിക ശക്തി പ്രവർത്തിക്കാം. സാവൂളിന്റെ ഉള്ളില് കാണുന്നുണ്ട്, ഒരു പരിശുദ്ധാത്മാവ് വിട്ടുപോയി ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദുരാത്മാവ് അവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു, ദുരാത്മാവ് അവനെ നയിച്ചുകൊണ്ടിരുന്നു. ബൈബിളില് ഈ അപ്പസ്തല പ്രവർത്തനങ്ങളില് ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു ദുരാത്മാവ് ബാധിച്ച പെൺകുട്ടി, പൗലോസ് അവളെ ബന്ധിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിൽ അവളെ നയിച്ചിരുന്നത് ഭാവി ഫലത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവാണ്. അല്ലെങ്കിൽ സിനഗോഗിൽ വചനം കേട്ട് അലറുന്ന, മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അലറുന്ന മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. അല്ലെങ്കിൽ ലഗിയോൻ ആവേശിച്ച മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം പൈശാചിക ശക്തികളാണ്. അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തില് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണുകൊണ്ടിരിക്കുന്ന ആ മകന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്നത് പൈശാചിക ശക്തിയാണ്. സീറോ ഫിനിഷ്യൻ സ്ത്രീയുടെ മകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. 18 വർഷത്തോളം സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രാഹത്തിന്റെ മകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് പൈശാചിക അരൂപിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില വ്യക്തിയുടെ ഉള്ളിൽ പൈശാചിക അരൂപി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളമാണ് അത് അവരെ പലപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ദുരാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവനെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, അവന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കർത്താവ് ആത്മാവാണ്, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം. എന്നാൽ ദുരാത്മാവുള്ള ഒരു വ്യക്തിക്കോ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പോൾ ദുരാത്മാവ് അടിമത്വമാണ്, അവനെ സ്വാതന്ത്ര്യത്വം അവനെ ഇങ്ങനെ മദ്യപാനം അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, വ്യഭിചാരം അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, മൊബൈൽ ഫോൺ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, വെറുപ്പ് അവനെ എല്ലാം അവനെ കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുള്ളൊരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ സ്വാതന്ത്ര്യമുണ്ട്, വിശുദ്ധനായി തീരാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്വാതന്ത്ര്യം. പൈശാചിക ശക്തിയുടെ പ്രത്യേകതയാണ് എപ്പോഴും എതിർക്കുക, അസ്വസ്ഥപ്പെടുത്തുക, എപ്പോഴും എല്ലാത്തിനെതിരായിട്ട് നിൽക്കുക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ദൈവഹിതത്തിന് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ, അത് പരിശുദ്ധാത്മ പൂർണ്ണമായിട്ട് എളുപ്പപ്പെട്ടങ്ങ് സമർപ്പിക്കുകയാണ്. സമർപ്പണം പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാത്തിനും എതിർക്കുക, സഭയെ എതിർക്കുക, വിശ്വാസത്തെ എതിർക്കുക, അസ്വസ്ഥത പ്രകടിപ്പിക്കുക. ഇത് പ്രാർത്ഥനയോട് എല്ലാവർക്കും അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തോട് അസ്വസ്ഥതയാണ്, ആത്മീയ കാര്യങ്ങളോട് അസ്വസ്ഥത. ഇതിന്റെ കാരണം ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. അത് ചിലർക്ക് പള്ളിയിൽ ഇരിക്കാൻ പോലും പറ്റിയല്ല, അല്ലെങ്കിൽ ഒരു കൊന്തയെല്ലാം പറ്റിയ, ഒരു കൊന്ത ഇടാൻ പോലും പറ്റാത്തവരുണ്ട്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഓടിപ്പോകുന്നവരുണ്ട്. അതിന്റെ കാരണം ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപിയാണ്. ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് വചനം കേട്ടപ്പോൾ ജ്വലിക്കും. അതുകൊണ്ടാണ് എമാവുസിലേക്ക് പോയ അപ്പസ്തോലന്മാര് വചനം കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയം ജ്വലിച്ചു. ആത്മീയ കാര്യങ്ങൾ കേട്ടുകഴിയുമ്പോഴത്തേക്ക് ദൈവവചനം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ജപമാല ചെല്ലുമ്പോൾ ആത്മീയ ആനന്ദം കൊണ്ട് നിറയുന്ന അനേകരുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അരൂപിയാണ്. അസ്വസ്ഥപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അസ്വസ്ഥപ്പെടുന്നതിന്റെ കാരണം ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക അരൂപിയാണ്. അതിനെ നമുക്ക് വേദിച്ചറിയാനായിട്ട് കഴിയണം. വീണ്ടും പറയുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളൊരു വ്യക്തിയെ വരദാനങ്ങൾ കൊണ്ട് നിറയും. എന്നാൽ അവരെ വ്യക്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദുരാത്മാവുള്ളൊരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും അവനിൽ നിന്ന് തിന്മ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശോധിക്കണം, എന്നെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്, എന്നെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണോ? ഞാൻ ഇന്നൊരു ബന്ധനാവസ്ഥയിലാണോ? എനിക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? എനിക്ക് അഭിഷേകമുണ്ടോ? അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളവരാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്.
യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ, യഥാർത്ഥ അഭിഷേകം ഉണ്ടാകാൻ, ജീവിത വിശുദ്ധി ഉണ്ടാകാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ ആത്മാവെ എൻ്റെ ഉള്ളിൽ കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ വചനം തന്നെ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആമേൻ.